1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തം. ഇത് ഒരു വൻ ഭീകരാക്രമണമോ യുദ്ധമോ അല്ല, ഒരു രാത്രി പാതിരയിൽ ഉറങ്ങിക്കിടന്ന 20,000-ലധികം പേരുടെ ജീവൻ പോയി. ഇതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ദുരന്തം, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇത് എന്തായിരുന്നു? എങ്ങനെ സംഭവിച്ചു? ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. 1984 ഡിസംബർ 2 രാത്രിയാണ്. യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് (UCIL) എന്ന കീടനാശിനി ഫാക്ടറിയിൽ നിന്നും മൈഥൈൽ ഐസോസയനേറ്റ് (MIC) എന്ന അൾട്രാ വിഷവാതകം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. ആ വാതകം രാത്രിയിലൂടെ നഗരത്തിലേക്ക് പടർന്നു. ഉറങ്ങിയവരെ ഒന്ന് കണ്ണ് തുറക്കാൻ പോലും അനുവദിക്കാതെ കൊന്നു. പലർക്കും തലവേദനയായി തുടങ്ങി, പിന്നീട് ശ്വാസം മുട്ടിയപ്പോൾ മരണം വരെ സംഭവിച്ചു. ഏകദേശം 3000 പേർ ഉടനടി മരിച്ചു. അടുത്ത ദിവസങ്ങളിൽ ആ എണ്ണം 20,000 കവിഞ്ഞു. ലക്ഷക്കണക്കിനാളുകൾ ദീർഘകാല ദുരന്തഫലങ്ങൾ അനുഭവിച്ചു. കണ്ണിന് വൈകല്യങ്ങൾ, ശ്വാസതടസ്സം, അസ്ഥിബലഹീനത, കുഞ്ഞുങ്ങൾക്ക് ജന്മപരമായ തകരാർ. ഇത് മനുഷ്യരാശിക്ക് മുന്നിലുള്ള വലിയ മുന്നറിയിപ്പ് ആയി മാറി. അമേരിക്കയിലെ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ഈ ദുരന്തത്തിന് ഉത്തരവാദിയാണ്. പക്ഷേ കമ്പനി മാപ്പ് പറഞ്ഞെങ്കിലും മുഴുവൻ നഷ്ടപരിഹാരവും നീതി പോലും ഇന്ത്യക്കാർക്ക് ലഭിച്ചിട്ടില്ല. വാറൻ ആൻഡേഴ്സൺ, കമ്പനിയുടെ ചെയർമാൻ, ഇന്ത്യ വിട്ടു തിരിച്ചുവന്നില്ല. ഇത് നീതിയിലേക്കുള്ള ഒരു വലിയ പരാജയം ആയി വിലയിരുത്തപ്പെടുന്നു. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നമ്മെ ചിന്തിപ്പിക്കുന്നതും മുന്നറിയിപ്പ് നൽകുന്നതുമായ ദുരന്തമാണ്. ഒരു കമ്പനിയുടെ ഒറ്റ അവഗണന ലക്ഷങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇങ്ങനെ വീണ്ടും സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കർശന നിയമങ്ങൾ വേണം എന്ന് നിങ്ങൾ കരുതുന്നു? കമന്റിൽ എഴുതൂ. ഇതുപോലെയുള്ള വീഡിയോസിനായി MHP Facts സബ്സ്ക്രൈബ് ചെയ്യൂ.